ഇന്ന് നമുക്ക് കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ബൻ ദോശ ഉണ്ടാക്കാം. അതിന് ഞാനെടുത്ത സാധനങ്ങൾ: 1 കപ്പ് റവ, 1/4 കപ്പ് തൈര്, 1/2 കപ്പ് വെള്ളം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്, അതിനാണ് നല്ല സ്വാദുണ്ടാവുക. ഇത് അരച്ച ഉടനെ തന്നെ ചുടാൻ പറ്റുന്ന ഒരു ബൻ ദോശയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും കറിയില്ലാതെ കഴിക്കാൻ പറ്റുന്നതുമായ ഒരു ദോശയാണ്. ഇനി ഇത് 10 മിനിറ്റിന് ശേഷം 1/4 കപ്പ് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെയുള്ള ദോശയുണ്ടാക്കുമ്പോൾ അരച്ചു വെച്ചിട്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്ത കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി ഇട്ടാലും മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇഡ്ലി മാവ് കലക്കി വെക്കുന്നത് പോലെയാണ് കലക്കി വെക്കേണ്ടത്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുത്ത് അതിലേക്ക് 2 നുള്ളി കടുകും 1 നുള്ളി ജീരകവും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പുമിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള മുറിച്ചതും 1 പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പകുതി കാപ്സിക്കം കൂടി ഇട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളാണോ ഇടേണ്ടത് അതിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 നുള്ളി കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുമൊന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിളക്കി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതുമൊന്ന് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം. അത് നമുക്ക് മാറ്റിവെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാൻ ഒരു കുഴിഞ്ഞ പാത്രമാണ് വേണ്ടത്. ചെറിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത് ശരിക്കും ബന്ന് പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇളക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 നുള്ളി ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. അടിഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കുക കൂടി ചെയ്യാം. മൂടി വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന് കറിയൊന്നും വേണമെന്നില്ല. കറിയില്ലാതെ കഴിക്കാൻ നല്ല സ്വാദാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചമ്മന്തി അരച്ചെടുക്കാം. ഇത് കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തയക്കാൻ നല്ലതാണ്. സ്റ്റൗ സിമ്മിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. സ്പോഞ്ച് പോലെ തന്നെയാണ് ഉണ്ടാവുക. പാചകം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു ദോശ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എത്ര നേരം വെച്ചാലും ഈ ദോശ സോഫ്റ്റായി തന്നെ ഇരിക്കും. നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്വാദുള്ളതും സിമ്പിളുമായ ഈ ദോശ നിങ്ങൾ മറക്കാതെ തീർച്ചയായും ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം.